നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം, അതിന് ചെയർമാനാണ്. ബഹുമാൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഒക്ടോബർ 7, 2026 ഒക്ടോബർ 7, 2026 ഈ 2 ദിവസത്തിൽ പ്രത്യേകത ഒന്നിൻ്റെ വാർഷിക ദിനമാണ്. ഡയോജനീസ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ പട്ടാപ്പകല് കമ്പീറാന്തരിച്ച് വെളുക്ക് കത്തിച്ച് തെരുവിൽ നടന്നു. എന്തിനാണെന്നറിയോ? ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ പറയാൻ കാരണം, ഇന്നും ഈ ലോകത്ത് ഒരു യഥാർത്ഥ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഗസയിലെ ബോംബ് ഇടലിനോടനുബന്ധിച്ച് 5 കോടി ടൺ മാലിന്യമാണ്, കോൺക്രീറ്റ് മാലിന്യം. അത് മാറ്റണമെങ്കിൽ 15 വർഷം വേണ്ടിവരും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗസയിലെ ആൾക്കാരെ കൊന്നോ, ഇസ്രായേലിലെ ആൾക്കാരെ കൊന്നോ, അതൊക്കെ നിങ്ങളുടെ അവകാശം. അതിൽ എന്തെല്ലാം സംവിധാനമുണ്ട്. ഇപ്പോൾ ചില ബോംബുകളുണ്ടല്ലോ, ബോംബ് ഇട്ട് ജലിൻ്റെ അഴിയിൽ കൂടി വന്ന് മനുഷ്യനെ മാത്രമേ കൊല്ലുള്ളൂ, മൃഗങ്ങൾ പോലും കൊല്ലൂല്ല, വേറെ ഒരു ജീവജാലങ്ങളും പറ്റില്ല, ബിൽഡിങ്ങിനൊന്നും കേടുപറ്റില്ല. അതിൻ്റെ അതിപ്രസരമായ അണുക്കൾ എയറിൽ സഞ്ചരിച്ച് ജനലകത്തൂടി വന്ന്, ഇപ്പം ഞാൻ ഇരിക്കുക, എന്നെ മാത്രം കൊന്നുകളയും. ഞാൻ മനുഷ്യനെ മാത്രം. അങ്ങനെ ബോംബൊക്കെ അമേരിക്ക, റഷ്യ കണ്ടുപിടിച്ചെന്നാണ് പറഞ്ഞത്. ഞാനൊരു 30 വർഷം മുമ്പ് പഠിച്ച വിഷയമാണത്. നാപ്പാം ബോംബ് എന്നൊക്കെയാണ് പേരെനിക്കോട്, അങ്ങനെന്തോ ആണത്. അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടന്മാർക്ക് ആൾക്കാർക്ക് കൊല്ലാൻ ബോംബ് ഇട്ടാൽ പോരെ? ഈ പ്രകൃതിയെ മലിനപ്പെടുത്തണോ? പ്രകൃതി എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയ അന്നത്തെ ഇന്ത്യയിലെ ഭരണകർത്താക്കളും പുരോഹിതന്മാരും ഇംഗ്ലീഷ് ഭാഷ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ എതിർപ്പുണ്ടാകാം, ബ്രിട്ടീഷ് എതിർക്കാം, അതിൽ തെറ്റില്ല, നല്ല കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യം കയ്യേറിയല്ലേ. അതിന് ആ ലോകോത്തരമായ ഇംഗ്ലീഷ് ഭാഷ എന്ത് ചെയ്തു? അതുപോലെ നിങ്ങൾക്ക് മനുഷ്യ കൊല്ലാം, ഇസ്രായേലിൽ കൊല്ലാം, ഗാസ എല്ലാം കൊല്ലാം, നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടാകാം. അത് നിങ്ങൾ എന്തെല്ലാം സംവിധാനം ഇന്ന് ആധുനിക ലോകത്ത്, ആധുനിക യുഗത്തിൽ ഉണ്ട് സർ. അപ്പം അതൊന്നും മനസ്സിലാക്കാതെ പ്രകൃതിയെ നശിപ്പിച്ചപ്പോൾ അതൊരിക്കലും കൂട്ടി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാവം മൊയ്തീൻ ഷാ പറയുന്നത്, ഡയോജനീസ് വർഷങ്ങൾക്ക് മുമ്പ് വിളക്ക് കത്തിച്ചതുപോലെ ഇപ്പോൾ മൊയ്തീൻ ഷായും വിളക്ക് കത്തിച്ചുകൊണ്ട് പകൽ നടക്കേണ്ടി വരുന്നു. ഒരു മനുഷ്യ കിട്ടാൻ, മനുഷ്യരൂപം പോലെ മനുഷ്യൻ്റെ ആ സന്മനസ്സും പ്രകൃതിയുള്ള സ്നേഹമുള്ള മനുഷ്യ കിട്ടാൻ ഇല്ല. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്ന് രാത്രി 7-ാം തീയതിയാണ്, ഇന്ന് വൈകിട്ട് 8-ാം തീയതി രാത്രിയാകും. ഇത് ഒരുപക്ഷെ ലോകത്ത് ഇപ്പം തന്നെ അണുവിസ്ഫോടനം നടത്തിയൊക്കെ പറഞ്ഞ് വാർത്ത കേൾക്കുന്നു. ഭൂകമ്പമുണ്ട് ഇസ്രായേലിൽ, ഇറാനിലും ഒക്കെ. അങ്ങനെ തന്നെ ഒരുപടി വ്യോമയാന ഇതൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നു. അങ്ങനെ അതിസങ്കീർണമായിട്ട് ലോകം പോകാണ്. എന്തും സംഭവിക്കാൻ സാർ, അതെന്തെങ്കിലും സംഭവിക്കട്ടെ, ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ല, നമ്മുടെ വിഷയം മറ്റതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ബുദ്ധിയില്ലാത്ത മനുഷ്യ പേക്കോലങ്ങളെ നിങ്ങൾ ഓർത്ത് ഞാൻ കരയുന്നു. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി CPM-ൻ്റെ നേതാവ് ശ്രീ പിണറായി വിജയൻ, അതിന് നയിക്കുന്ന മുന്നണിയുടെ പ്രധാന ഘടകകക്ഷി എന്നുള്ളത് CPIM ആണ്. അതിന് ഇപ്പോഴത്തെ സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. ഈ ഗോവിന്ദൻ മാഷോ പിണറായി സഖാവോ എല്ലാ നിയമവും പഠിച്ചിരിക്കുന്നില്ല. കാരണം അവരൊന്നും നിയമജ്ഞരോ അല്ലെങ്കിൽ പേരിട്ട് വക്കീലന്മാരൊന്നുമില്ല. പക്ഷെ അവർക്ക് ഉപദേശം കൊടുക്കുന്ന നിയമവിദഗ്ധർ ആ കുലബുദ്ധി എന്നാണ് പറയേണ്ടത്, ഞാൻ പറയുന്നില്ല. അത് പിണറായിയുടെ ഭാഷ പറഞ്ഞ കുടബുദ്ധി പറയുന്നത്. കാരണം പിണറായി സഖാവിനെയും ഗോവിന്ദ മാഷൊക്കെ സമൂഹത്തിൽ നാണം കെടുത്ത് തൊടിയിരിക്കല്ലേ. സങ്കടമുണ്ട്. ഞാൻ ഇപ്പോഴും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നു, പിണറായി സഖാവിനെ സ്നേഹിക്കുന്നു, ആ പാർട്ടിയുടെ സെക്രട്ടറി എന്നെങ്കിൽ ഗോവിന്ദ മാഷെ സ്നേഹിക്കുന്നു. കാരണം അവരെല്ലാം നാടിന് ആവശ്യമാണ്. അവരെ ഇങ്ങനെ വട്ടം കളിപ്പിക്കുമ്പോൾ, കാരണം ഗോവിന്ദ മാഷ് കേൾക്കണം, പിണറായി സഖാവും കേൾക്കണം, സഖാക്കളും കേൾക്കണം. ഞാൻ 50 വർഷമായി എറണാകുളത്ത് ഹൈക്കോടതിയായിട്ട് ചുറ്റിപ്പറ്റി കഴിഞ്ഞ ആളാണ്. ആയിരക്കണക്കെന്ന് പറഞ്ഞാൽ തെറ്റാണ്. 100 വക്കീലന്മാരും ജഡ്ജിമാരും കൈകാര്യം ചെയ്യുന്ന നിയമത്തിൻ്റെ നൂലാമാലകളിൽ കിടന്ന കേസുകളൊക്കെ ഉള്ളതാണ്. ചില വക്കീലന്മാർ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചില പോയിന്റ് എന്നോട് ചോദിക്കാറുണ്ട്.
ഞാൻ വലിയ ആളായിട്ടില്ല, പക്ഷെ ഞാൻ ലോകപരിചയം, യൂണിവേഴ്സൽ നോളജ് ഉള്ളതുകൊണ്ടും ചില യുക്തിയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടും എൻ്റെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടും കിട്ടുന്ന ഒരു അറിവാണ്, അല്ല എൻ്റെ മഹത്വമല്ല. അപ്പോൾ ഇപ്പോൾ എന്താണ്, നമ്മുടെ ആ ADGPയെ സ്ഥലം മാറ്റമല്ല ചെയ്തത്, ഒരു വകുപ്പിൽ നിന്ന് വേറെ വകുപ്പിൽ. സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലാക്കേണ്ട വിഡ്ഢികളൊക്കെ പറഞ്ഞ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പിൽ തന്നെ നിന്ന് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് മാറ്റാണ്. ഇത് സ്ഥലം മാറാതെ ഒരു വകുപ്പിൽ നിന്ന് വേറൊരു വകുപ്പിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നതിന് നിയമ ഉപദേശമോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടോ ഒന്നും ആവശ്യമില്ല. ശരിക്ക് കേൾക്കണം, നിങ്ങൾ സമൂഹത്തിൽ പൊന്ന് മുഖ്യമന്ത്രി, പൊന്ന് സഖാവേ, നിങ്ങൾ സമൂഹത്തിൽ ബുദ്ധിയുള്ളവരെ ബ്യൂറോയുടെ മുമ്പിൽ കൊച്ചായി പോയില്ലേ? അത് ഞങ്ങൾക്ക് ദൂഷ്യമാണ്. കാരണം നിങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ട്രാൻസ്ഫർ എന്ന് പറയും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് തന്നെ ആയിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ്, പിന്നെ ഒന്നിൽ നിന്ന് മറ്റിൽ മാറ്റി. അതിന് യാതൊരു ഓർഡർ ആവശ്യമില്ല, അറിയിപ്പ് ആവശ്യമില്ല. സർക്കാർ ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള സെക്രട്ടറിക്കോ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മറ്റേ എബ്രഹാം സാറിനെ ഇങ്ങോട്ട് മാറ്റിയില്ലേ? ഇപ്പോൾ അതാരോട് ചോദിച്ചിട്ടാ, ഏത് റിപ്പോർട്ട് വന്നിട്ടാണ്? ഇത് രണ്ടും കേൾക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള, സാമാന്യ നിയമം അറിയാവുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി എന്താണ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്, നിങ്ങളുടെ സർക്കാരിനെ കുറിച്ച് ചിന്തിക്കുക? ഇത്രയും മഹാമണ്ടന്മാരാണോ എന്ന് ചോദിക്കില്ലേ, ചിന്തിക്കില്ലേ? എന്താ കാരണം? മുഖ്യമന്ത്രി കുറ്റമല്ല, അത് സെക്രട്ടറി കുറ്റമല്ല, അവരെല്ലാം നിയമം പഠിച്ചവരല്ല. സാമാന്യ ബുദ്ധി ഉണ്ടാവുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, ഇപ്പം സംഘ് വിചാരം വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാണ് ചർച്ചയിൽ വരെ പലരും പലതും മണ്ടത്തിൽ. അതുപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാണ് ഈ സഖാക്കളെല്ലാം, അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ നിന്ന് കിട്ടിയവരാണ്, അല്ലെങ്കിൽ സ്റ്റഡി ക്ലാസ്സിൽ നിന്ന്. അല്ലാതെ കോമൺ സെൻസ് ഉപയോഗിച്ചോ ജനറലായിട്ട് ഞങ്ങളൊക്കെ തിരിച്ചുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചും എല്ലാം പഠിച്ചതിന് ശേഷം, നല്ല ചീത്തയും പഠിച്ച ശേഷം ഇത്തരം ടീച്ചർ വരും. അത് സഖാക്കളെ സംബന്ധിച്ചുണ്ടാവില്ല, അവർക്ക് അവരെ രീതി വിട്ട് പുറത്തു പോകില്ല. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എന്താണ് സാർ അത് ആ പറയുന്നത്? ഇത് കണ്ട് ആസ്വദിക്കുന്ന, ആഘോഷിക്കുന്ന CPI പോലെയുള്ള മണ്ട വിഡ്ഢി കോമരങ്ങളെ നിങ്ങൾ എന്ത് നേടി എന്ന് പറയുന്നത്? 30 ദിവസം പിടിച്ചവനെ മാറി. അന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ട മുഖ്യമന്ത്രി പിന്നെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് അത് ഓർഡർ ആവുന്നുള്ളൂ, ഇദ്ദേഹത്തെ എടുത്ത് അങ്ങോട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് മാറ്റാൻ. അത് ചെയ്യാതെ എല്ലാം കഴിഞ്ഞ് നാണം കെട്ട് ചരിത്രം വന്ന് ജനങ്ങൾ വെറുത്തപ്പോൾ അവസാനം ഇന്ന് രാത്രി 9 മണിക്ക് അർജൻറ്റായിട്ട് ഡൽഹിയിൽ അൻവറിൻ്റെ ന്യൂസ് വരുമ്പോഴായിട്ട് ഒരു കൗണ്ടർ ന്യൂസ് ഇട്ട്. അത് നന്നായി. അതുകൊണ്ട് അൻവറിൻ്റെ ന്യൂസ് ചരമകോളത്തിൽ പോയി, ഇത് വേണ്ട കേസിൽ വന്ന്, അതൊക്കെ നല്ല കാര്യം തന്നെ. അതിനാണോ ഇത്രയും നാളെടുത്തത്? ആവശ്യമുണ്ടോ? ഇത്ര നാളെടുത്തോ? അതിൻ്റെ ആവശ്യമുണ്ട്? ഇത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ, ചില ബുദ്ധിജീവികൾ പറയുന്നല്ലാതെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ അത് പ്രത്യേക ഭരണകക്ഷിയുടെ ഏതെങ്കിലും നേതാക്കളോ, ഇപ്പോൾ ഇന്ന് മറ്റേ ഇതിൽ നമ്മുടെ RJD, രാഷ്ട്രീയ ജനതാദൾ, ഞാൻ എൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു ആൾ കേരളത്തിലെ, അതുകൊണ്ട് പറയണം. അദ്ദേഹത്തിന് സെക്രട്ടറി ജനറൽ പോസ്റ്റൊന്നും അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഇതുമായിട്ട് കേട്ടി പരമാവധി സീറ്റ് കൊടുത്താൽ അദ്ദേഹം പറഞ്ഞു ഇതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല എന്ന്. അദ്ദേഹം പറയും ആ ശ്രേയസ് കുമാറിൻ്റെ ആളും പിന്നെ വീരേന്ദ്രകുമാറിൻ്റെ ആ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ അംശം ഉള്ളതുകൊണ്ടാണ്. CPI കൂടി വേണ്ടതില്ല, CPM വേണ്ടതില്ല. CPMൻ്റെ ആൾക്കാരൊക്കെ പറയുന്നതെന്നറിയോ, ഇന്നും പറയുന്നത് RS നേതാവിനെ കാണാൻ പോയത് അതൊരു തെറ്റൊന്നുമില്ല, അതിൻ്റെ പേരിലല്ല മാറ്റിയെന്നാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആ വകുപ്പിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു കാരണം വേണ്ട. അതുകൊണ്ട് ADGPയെ മാറ്റിയതിനെക്കുറിച്ച് ഒരു കാരണം വേണ്ട, ഒരു മാറ്റിയെന്ന് മാത്രം ഒറ്റ 2 വാചകം മതി. പക്ഷേ അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ, DGP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് ശരിയാണെങ്കിൽ, പിന്നെ അദ്ദേഹം പണിഷ്മെൻറ്റിനാണ് റിപ്പോർട്ട് കൊടുത്തത്, അത് തിരുത്തിയാണ് ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞത്. അത് നമുക്കറിയില്ല, പറഞ്ഞാൽ അൻവർ പറഞ്ഞാണ്, ശരിയൊന്നറിയില്ല. എന്തുകൊട്ടെ, അപ്പോൾ മുഖ്യമന്ത്രി നിങ്ങൾ ഇത്രയും സമൂഹത്തിൽ കൊച്ചാകല്ലേ? CPIMൻ്റെ സെക്രട്ടറി മാഷ് നിങ്ങൾ ഇത്രയൊക്കെ അതമ്പതിച്ച് പോകില്ലേ? അൻവറിനോട് വിരോധം കൊണ്ടോ അല്ലെങ്കിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ മണ്ടത്തരം വിഡിത്തരം വളരെ മോശമാണെന്നേ.
നമ്മൾ എന്ത് തെറ്റും ചെയ്യാം, പക്ഷെ അത് ന്യായീകരണം വേണം. ഇതിലെന്ത് ന്യായീകരണമുള്ള? 30 ദിവസം കാത്തിരുന്നിട്ട് ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഇന്നലെ കാത്തിരുന്നത്. അദ്ദേഹത്തെ മാറ്റുന്നതിന് യാതൊരു റിപ്പോർട്ടും ആവശ്യമില്ല, ഒരു അന്വേഷണ കമ്മീഷൻ വേണ്ട. പക്ഷേ പണിഷ്മെൻറ്റ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരായതുകൊണ്ട് അതിനൊരു അന്വേഷണ കമ്മീഷൻ വെച്ച് അതിന് റിപ്പോർട്ട് കിട്ടണം. അത് ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്ന് നടപടി ചിലപ്പോൾ എടുക്കുകയായിരിക്കും. ആ നടപടി എടുക്കുന്നെങ്കിൽ അതിന് മുമ്പ് ആ 30 ദിവസം മുമ്പ് ഇട്ട് ഇത്രയും സദസ്സിൽ നാണം കണ്ട കാര്യമുണ്ട്. നാണം കയറിയില്ല. ഇതെന്തായാലും നമ്മൾ ചെയ്ത് എല്ലാം നാണം കെട്ടതിന് ശേഷമാണ് ഞാൻ ഈ പാറമട തൊഴിലാളി യൂണിയൻ്റെ ഒരു ചെറിയ ആളാണ്, വലിയതല്ല. അതിനാണ്. അപ്പോൾ ഞങ്ങൾ ഈ പാറമടയുടെ ലോറിക്കാരെ കയറുമ്പോൾ ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു ലോറി ഞാൻ കയറി. ആ ലോറിയായിട്ട് മഞ്ഞപ്പെട്ടി TH പുസ്തകയുടെ നാളെ മഞ്ഞപ്പെട്ടി കടത്തുകടവിലേക്ക് വന്നപ്പോൾ ഒരു രാമൻ നായർ ആൾ വന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്ന ആൾ പേര് മരിച്ചു ഞാൻ പറയുന്നില്ല. അദ്ദേഹം അവിടെ നിന്നപ്പോൾ പിന്നെ ഈ മുസ്തുവാടെ ബന്ധു, മുസ്തുവാടെ അമ്മാവൻ്റെ മകൻ നാസർ എന്ന് പറയും. ഒരു 6 അടി പൊക്കം, ഒരു 150 കിലോയിലും കാണും. ആചാന പോവാം. പക്ഷെ എന്നെ കണ്ട് ആചാര്യൊന്നും എത്തിക്കില്ല. അത്ര ബഹുമാനവും റെസ്പെക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിലിരിക്കാൻ വണ്ടിയിൽ, അത് ക്ലീനറില്ല, ഈ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. വന്ന ഒരു കൊങ്ങക്കൊരു പിടുത്തം പിടിച്ചു. അപ്പോൾ ചോദിക്കും നാസ എന്താ മോനെ കാര്യം ചോദിച്ചു. അതല്ല ആചാര്യ, ഇയാൾ ഒരു പാവം 1000 നൂലിലൂടെ മണൽ ഓടിയിട്ട് 3 വർഷമായി കാശ് കൊടുക്കില്ല മാത്രം കളിയാക്കണം ഇത്. അപ്പോൾ മോൻ കൈവിട്ടെ പറയട്ടെ. അപ്പോൾ കൈവിട്ട്. അപ്പോൾ 5 ദിവസം പറയും എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു 20 രൂപ ലോഡ് മണലെന്നുള്ളത് 20 രൂപ കൊടുത്തേക്കെന്ന് പറയും. അപ്പോൾ ഞാൻ നാസിനോട് പോയി, നാസ് അത് ഞാൻ തന്നേക്കാം വിട്ടോ എന്ന് പറഞ്ഞ് നാസ് വിട്ടുപോയി. ഇപ്പോഴല്ലേ 10-25 വർഷം മുമ്പാട് വിട്ടുപോയി. ആ പ്രശ്നം നിർത്തി. അപ്പോൾ കൊങ്ങക്ക് പിടിക്കുന്നവർ എന്ത് ചെയ്തില്ല, അത് കളിച്ച്. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വ്യക്തികൾക്ക് ചെയ്യാം. ഇത് ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉടമക്കോ ചെയ്യാൻ പറ്റുമോ? അതുപോലെ കാര്യമേ ഉള്ളൂ. ലാസ്റ്റ് വന്നപ്പോൾ അത് മാറ്റി. അതൊന്നും നല്ല സാർ ശരിയല്ലത്. ഇത് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ് ഇവിടെ ചെറിയൊരു കമ്മ്യൂണൽ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത് അത് ആപത്താന്നൊക്കെ തന്നെ പറയും. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നലെ ഞാൻ പറഞ്ഞു ഇത് മുസ്ലിം ലീഗുകാർ എത്ര കണ്ട് മനസ്സിലാക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഈ ചാനലൊക്കെ അവർ നിരന്തരം വീക്ഷിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞത് മോസ്റ്റ് മോഡേണാണ്. അത് ലോക്കലുണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്, നാഷണൽ ഉണ്ട്, യൂണിവേഴ്സൽ ഉണ്ട്. അങ്ങനെ യൂണിവേഴ്സൽ കൂടിയുള്ള വാക്കുകൾ പറയുന്നതാണ് നമ്മുടെ ഈ ചാനൽ. അതെല്ലാം എല്ലാം ശ്രദ്ധിക്കണം. ലോകത്ത് വല്ലവരും ശ്രദ്ധിക്കണം. ലണ്ടനിൽ നിന്നൊക്കെ എനിക്ക് ഇത് വരുന്ന മെസ്സേജൊക്കെ ഓക്കെ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി അന്ന് ശരിക്കും പറഞ്ഞു മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ. അന്നറിയോ, മുഖ്യമന്ത്രി പാർലമെൻറ്റ് ഇലക്ഷനിൽ അതിന് മുൻപ് തന്നെ കുറേ വർഷങ്ങളായിട്ട് സംഘപരിവാറിന് അടിമപ്പെട്ടോ അല്ലെങ്കിൽ വഴിപ്പെട്ടോ ഫയൽ നിൽക്കണം. അതിൻ്റെ 1-2 ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഇഷ്ടക്കുറവ് മുഖ്യമന്ത്രി ഇരിക്കില്ല, ഞാൻ ബഹുമാനിക്ക ആളാണ്. പക്ഷെ അദ്ദേഹം സദസ്സിൽ നാറാൻ പാടില്ല അല്ലെങ്കിൽ കൊച്ചാകാൻ പാടില്ല. അതൊരു ഇതുണ്ട്. അതായത് തൊടുപുഴ ഒരു സ്കൂളിൽ, ഒരു പള്ളി സ്കൂളിൽ പിള്ളേർ ബൈക്ക് റേസ് നടത്തി അന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ യോഗം കൂടി പള്ളിയിലച്ഛനും പിന്നെ എല്ലാവരും പറഞ്ഞ് അത് മുസ്ലിം കുട്ടികളുണ്ടായി, ക്രിസ്ത്യൻ കുട്ടികളുണ്ടായതുകൊണ്ട്. ഹിന്ദു കുട്ടികൾ കാണാതിരിക്കും കൂടുതൽ. പക്ഷെ കൂടുതലും മുസ്ലിം കുട്ടികൾ. എന്താ പറയുക, ആ ഭാഗത്ത് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം സമുദായമുള്ള അവിടെ കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടും. അതെല്ലാം പറഞ്ഞ് തീർന്ന ദിവസം ഇത് ഒരു സർവ കക്ഷി യോഗത്തിൽ കൂടിയപ്പോഴേ നമ്മുടെ മുജാഹിദിൻ്റെ ആള്, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്താണ്, മറ്റേ മുഖ്യമന്ത്രിയുടെ സംഘടനയുടെ ആളുമാണ്. ഒരു കാര്യം ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തിൽ ക്ഷുഭിതനായെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതെന്നു അത് 100% മുസ്ലിം കുട്ടി അതിനെയാ തുടങ്ങും. വല്ല കാര്യമുണ്ടോ? അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ ഇത് 10 വോട്ട് കിട്ടാൻ വേണ്ടി വോട്ടിലെ വോട്ട് വെച്ചോണല്ലോ. അതൊരു സംഭവം. മറ്റൊരു സംഭവം, ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റാതെ പറയും. ഇത് പറയുമ്പോൾ നമ്മുടെ നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞ സഭ അച്ഛനെ അത് പറഞ്ഞ് അന്നോ പിറ്റന്നാട്ട് ഒരു കേരളം ഭരിക്കുന്ന മന്ത്രി ചെന്ന് മുറിയടിച്ചിട്ട് സംസാരിക്കുകയാണ്. എന്തായിരിക്കും സംസാരം? ഞങ്ങൾ പുറത്തേക്ക് പറയും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും എന്നുള്ള വാക്കുകൂടത്തിൽ മുറിയടിച്ചിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ മുറിയടിച്ചിട്ട് പറഞ്ഞത്? നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് സംസാരിക്കാൻ പോയ ഒരു മന്ത്രി എന്തിനു മുറിയടിച്ചിട്ട് സംസാരിക്കണം? ഇതാരെയാണ് വിഡ്ഢിയാക്കുന്നത്? ആരെയാണ് പബ്ലിക്കിനെ മുഴുവനോ? വിഡ്ഢി സഖാക്കളുണ്ടാകും, വിഡ്ഢി കോൺഗ്രസ് ആക്കാം, വിഡ്ഢി BJP കാണാം, വിഡ്ഢി ലീഗാണ്ടാവും. പക്ഷെ പബ്ലിക്ക് മുഴുവൻ വിഡ്ഢിയല്ല ഓർമ്മയാണ്.
അപ്പോൾ അതൊക്കെ കുറേ നാളായിട്ട് ഒരു മുസ്ലിം വിരോധം CPM കാണിക്കുകയും അതിൽ നിന്ന് 10 ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ KT ജലീൽ ഉണ്ടല്ലോ, KT ജലീലിൽ ഞാനും പറഞ്ഞാണ് ഒന്നര മണിക്കൂർ സംസാരിച്ച് ഞാൻ പറഞ്ഞില്ല. ആ ജലീൽ കാണിക്കുന്ന വഞ്ചനയും തട്ടിപ്പും മണ്ടത്തരും ഞാൻ അക്ഷരസ്ഫുടതയോട് പറയാണ്. സമൂഹത്തിൽ കൃഷ്ണയുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള ഭാഷാശുദ്ധിയും അറിവും സംസ്കാരം ഞാൻ ഇപ്പം പറയുന്നില്ല, അറിവും ഭാഷാ ശൈലിയും അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന KT ജലീൽ ഇപ്പോൾ എടുത്ത നിലപാട് എത്ര ഭീകരമാണ്, എത്ര മോശമാണ് ഈ സമുദായത്തോട്. ഞാൻ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മനസ്സുകൊണ്ടെങ്കിൽ ഞാൻ കുറ്റം പറഞ്ഞു. 4 മന്ത്രിമാരിൽ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഒരാൾക്ക് കൊടുക്കുക, അത് KT ജലീലിൻ്റെ പ്രസിഡൻ്റാണ്, കൊടുക്കാത്തതിൽ ഞാൻ കുറ്റമാണ്. ഇപ്പോൾ ഞാൻ അതിന് കുറ്റം കാണുന്നില്ല. കാരണം അത്ര മോശവും മണ്ടനും സമുദായ ദ്രോഹിയാണ് ഈ പറഞ്ഞ KT ജലീൽ. എന്താ കാര്യം അറിയുമോ? അൻവറിന്റെ രംഗത്ത് KT ജലീൽ ഞങ്ങൾ കൈകാര്യം മനഃശാസ്ത്രമാണ്, ഹ്യൂമൻ സൈക്കോളജി. അപ്പോൾ എന്തൊക്കെ ഹ്യൂമൻ സൈക്കോളജി? മൃഗങ്ങൾക്കൂടെ സൈക്കോളജി, ചെടികൾക്ക് വേണ്ടിയിട്ട് സൈക്കോളജിനെ കുറേ 50-60 വർഷമൊക്കെ പന്താണ് മനഃശാസ്ത്രം ഇട്ടുകൊണ്ടാണ്. ഞാനാ പറയുന്നത്, നിങ്ങൾ വഞ്ചകനാണ്, വർഗ്ഗവഞ്ചകനാണ്. നിങ്ങൾ അവസാനം ചാടി കയറ്റിയിട്ട് എന്നറിയൂ 2 ഗ്രൂപ്പാക്കി നിർത്തിയിട്ട് അത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഒന്ന് ഭരണത്തിൽ കീഴ്പ്പെട്ട് ആനുകൂല്യം പറ്റിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞു, മലപ്പുറത്തെ കുറ്റം പറഞ്ഞു. 99% മുസ്ലിങ്ങൾ ആ മലപ്പുറത്തെ കള്ളക്കെടുത്തായത് പറയാൻ നിങ്ങൾക്ക് എന്തൊരു അവകാശം? നിങ്ങൾക്ക് ആര് തന്നത്? ഇവിടെ സംഘപരിവാർ പോലും പറയാത്തൊരു കാര്യമാണത്. 99% സ്വർണ്ണക്കടത്തിൽ മുസ്ലിങ്ങളാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? കള്ളക്കടത്ത് അത് ആരെയും സാമൂഹ്യദ്രോഹിയാണ്, അത് മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനികളും. അപ്പോൾ നിങ്ങൾ സംഘപരിവാറിൻ്റെ കയ്യിൽ നിങ്ങൾ പക്ഷേ നാളെ കേരളത്തിൽ ഗവർണറായാലും അതിശയമായിരിക്കില്ല. ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഞങ്ങളെപ്പോലും മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത്, നിങ്ങൾ നാളെ ഒരുപക്ഷെ കേരളത്തിൽ ഗവർണറായി വരാൻ സാധ്യതയുണ്ട്. വരട്ടെ, അത് നിങ്ങളുടെ ആവശ്യം. വേറെ ഗവർണർ വരും, ഒക്കെ ഒന്നും വിഷയമല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ ഭാഷ ഒന്നുകിൽ നിങ്ങൾ മണ്ടനാണ്, അല്ലെങ്കിൽ മണ്ടത്തെ കളിക്കുന്നു. ഞാൻ പണ്ട് PDP നേതാവ് മദനി സാഹിബിനെ കുറിച്ച് പറഞ്ഞ രണ്ട് വാക്കുണ്ട്. ഒന്നുകിൽ അദ്ദേഹം വിഡ്ഢി, അല്ലെങ്കിൽ രാജ്യദ്രോഹി. രാജ്യദ്രോഹി ആകണമെങ്കിൽ കുറച്ച് കഴിവ് വേണം. വിഡ്ഢിയാണ്, കാരണം അറിയില്ലായ്മോട്ടുള്ള കുഴപ്പമുണ്ടെങ്കിലും. അല്ല, അദ്ദേഹം ഒന്നും രാജ്യദ്രോഹി ഒരിക്കല്ല. അപ്പോൾ ജലീലതല്ല, നിങ്ങൾ വളരെ ബുദ്ധിമാനാണ്, സമർത്ഥനാണ്. കാരണം നിങ്ങൾ രണ്ടായി നിന്ന് നിങ്ങൾക്ക് അൻവറിനെ ഇടതുപക്ഷത്തിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് ആ മുസ്ലിം ബാധിച്ചു ഇടതുപക്ഷത്തിൻ്റെ മൊത്തം ചില്ലറയായിട്ട് സഖാവ് പിണറായിയുടെ കയ്യിൽ നിന്നും LDFിൻ്റെ കയ്യിൽ നിന്നും നേടുന്നതിന് വേണ്ടി കളിച്ച ഒരു തന്ത്രവും ഒരു വഞ്ചനയും തട്ടിപ്പല്ലേ ജലീൽ ആരെയാണ് ഈ പറയുന്നത്? നിങ്ങൾ മാത്രം ബുദ്ധിമാനുള്ളതെന്നോ? 99% മുസ്ലിങ്ങളാണ്. അതല്ല ബാബ തങ്ങളോട് പറയേണ്ട അവകാശം. തങ്ങളാരാണ്? രാജ്യദ്രോഹം ചെയ്ത് കുറ്റം ചെയ്തതിന് ഇവിടെ കോടതിയിൽ ശിക്ഷിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു വാക്ക് പറയാം, ഞാനത് എതിർക്കുന്നില്ല. കാരണം മുഴുവൻ ഞാൻ എതിർത്താൽ ഞാൻ മണ്ടനാകും, ഞാൻ മനഃശാസ്ത്രമാവില്ല. മനഃശാസ്ത്രം നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചത് ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറേയധികം പലരും കുറേയധികം ഈ സ്വർണ്ണക്കടത്തുകാരിൽ കുറച്ച് പേരുള്ളതുകൊണ്ട് അവർ ബോധവൽക്കരത്തോടെ ആ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താം. ബോധവൽക്കം ആർക്കും ചെയ്യാം, അത് സന്യാസിക്കും ചെയ്യാം, പോപ്പിനും ചെയ്യാം, തങ്ങൾക്കും ചെയ്യാം, അത് തെറ്റില്ല, അത് മതപ്രചരണമല്ലേ. ആ ബോധവൽക്കരത്തോടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഞാനിപ്പോൾ സൈക്കോളജി അറിയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രസ്താവന ഇവിടെ വന്നിരിക്കുന്നറിയോ? നിങ്ങൾ പറഞ്ഞത് വലിയ രാജ്യദ്രോഹ കുറ്റമൊക്കെ എന്നാണ് സംഘപരിവാറിൻ്റെ ചാനലൊക്കെ പറയുന്നത്. വല്ല കാര്യമുണ്ടോ? അടങ്ങി ഒതുങ്ങി ഇത്ര ആനുകൂല്യം കിട്ടിയില്ലേ ഈ സമുദായത്തെ പുറത്തേക്ക് കയറില്ല കേട്ടോ. കുഞ്ഞാലി 300 പറയാനുള്ളതാണ്. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പോൾ ഈ ധരിക്കുന്നത് ഇടതുപക്ഷം അല്ലെങ്കിൽ ധരിക്കുന്ന വെച്ചാൽ ഒരു 20% BJP വോട്ടുണ്ട് കേരളത്തിൽ. അത് ഒരു പക്ഷേ അടുത്ത 26 ഇലക്ഷൻ ആകുമ്പോഴേക്കും അത് ഒരു 25-27 വരെയൊക്കെ ചിലപ്പോൾ വന്നേക്കാം ഇന്നത്തെ രീതിയിൽ. ആ 27% വർദ്ധിക്കുന്ന ആ വോട്ടിൽ നിന്ന് നല്ല ശതമാനം LDFനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. അതിനാണ് ഹിന്ദു കാർഡ് കളിക്കുന്നത്. അത് BJP മനസ്സിലായിട്ട്. അല്ലെങ്കിൽ ഈ 27% ഒരു നിശ്ചിത സീറ്റ് പണ്ട് ഇപ്പോൾ അൻവർ പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ 10-30 സീറ്റിൽ ഒരു ദാനെതിരെ ബാക്കിയുള്ള എടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ എടുക്കാം. അതൊക്കെ നല്ലത്. ആ BJP എന്നുള്ള പ്രസ്ഥാനമായിട്ട് CPM അല്ലെങ്കിൽ LDFിൽ ഒറ്റ മുന്നണിയായി പോരെ, എന്നിട്ട് അവിടെ പുറത്തു പോയിക്കോട്ടെ.
അപ്പോൾ നിങ്ങൾക്ക് അതിന് 10-40% വോട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു പക്ഷേ കേരളം ഭരിക്കുക വിത്ത് BJP എന്ന് പറയും. അത് BJPയുടെ മുഖ്യമന്ത്രിയായിട്ടോ നിങ്ങൾ അതും തെറ്റില്ല. അത് രാഷ്ട്രീയമാണ്, എന്താ കുഴപ്പം? പിന്നെ ഞങ്ങൾ പറയുന്നല്ലോ BJP തൊട്ടുകൂടാന്ന് പറയാൻ ഞങ്ങൾ തയ്യാറില്ല. അത് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 14 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുക. ചില പൊട്ടിലും കീറ്റിലുണ്ടെങ്കിലും അപ്പോൾ കേരളത്തിലും BJP ആഗ്രഹമുണ്ട്. അങ്ങനെ വരുമ്പോൾ BJP എന്നുള്ളത് തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നതിൽ 100% തെറ്റാണെന്നോ അല്ലെങ്കിൽ അവരൊക്കെ വെറുക്കണമെന്ന് നമ്മളൊരിക്കലും പറയില്ല, ഞങ്ങളൊരിക്കലും പറയില്ല. അതുകൊണ്ട് CPIMന് എന്താണ് BJP ആയിട്ട് ധാരണയെത്താൽ ഒരു തെറ്റില്ല. അത് രജിസ്റ്റേർഡ് പാർട്ടിയാണ്, പിന്നെ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. നിങ്ങൾ രജിസ്റ്റേർഡ് പാർട്ടിയാണ്, ഇന്ത്യ സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയാണ്. നിങ്ങളൊരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഭരിച്ചു പോയാൽ ഈ അണ്ടനാട് കൊണ്ടെങ്കിലും ഈ കേട്ടി ജയിലിനെ പോലുള്ള ഒന്ന് കാത്തുകൊണ്ടല്ലോ, അൻവറിനെ കാത്തുകൊണ്ടല്ലോ. ഇനി നിങ്ങൾ വളർത്തിക്കൊണ്ട് അവരിതുപോലെ കാക്കക്കുയിൽ മുട്ടയിട്ട് പോലെ വളർന്നു കഴിയുമ്പോൾ കുയിലായി പറന്നു പോകുമ്പോൾ പറന്നു പോകും. അതൊക്കെ ഇനി വേണ്ട എന്ന് നിങ്ങൾ റിസർച്ച് വിങ്ങി കണക്കാക്കി. അത് ശാശ്വതമല്ലാതെ. പിന്നെ ശാശ്വതം ആരാണ്? BJP, സംഘപരിവാർ ബന്ധം BJP. അതിന് സംഘപരിവാർ നിങ്ങൾ ധാരണ എത്തി. അത് 3 ഏക്കർ സ്ഥലം നാളെ സംഘപരിവാറിന് കണ്ണായ സ്ഥലത്ത് വാണത്ത് കൊടുത്തല്ലോ M എന്നിട്ട്. ഈ M എന്ന ആൾ മുഹമ്മദ് എന്ന ആളാണ്. എനിക്ക് വറക്കലക്കാരനാണ്. പുള്ളിയായിട്ട് എനിക്ക് അത്ര ബന്ധമില്ലെങ്കിലും ചെറിയ അറിവ് എനിക്കുണ്ട്. അതാണ് അത് കൊടുത്ത്. അങ്ങനെ പലർക്കും NS കൊടുത്ത്, SNDP കൊടുക്കാത്തത് ആർക്കാന്നറിയോ? ഈ മുസ്ലിം സമുദായത്തിലാണ്. എന്നിട്ട് പറയുന്നതാണ് മുഴുവൻ മുസ്ലിങ്ങൾ കൊടുത്തതിൻ്റെ പേരിലാണ് ഹിന്ദു വോട്ട് വിട്ടുപോയത്. അങ്ങനെയല്ല. വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ഇപ്പോൾ മലബാർ അല്ലെങ്കിൽ കോഴിക്കോടും മലപ്പുറം ജില്ലയും ഡിവൈഡ് ചെയ്ത് വേറൊരു ജില്ല 15ാമത് ജില്ല ഉണ്ടാക്കുന്നത് അൻവർ പറഞ്ഞ പല പോയിന്റിലും ഒരു പോയിന്റ് അതാണ്. ഇതല്ലേ അൻവർജി ഞങ്ങൾ 10-25 വർഷമായിട്ട് പറഞ്ഞത്. എന്താ ഞങ്ങൾ പറഞ്ഞത്? പുതിയ സംസ്ഥാനം വേണമെന്നല്ല, ജില്ലകൾ തിരിക്കുക, അത് തരിക്കട്ടെ. ഞങ്ങൾ പറയുന്നത് തലസ്ഥാനം മധ്യ കേരളത്തിൽ വേണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള 30 ഏക്കർ സ്ഥലത്ത് അത് രാജാവിൻ്റെ കാര്യത്തിൽ കേട്ടങ്ങനെ എഴുച്ചെട്ടി വന്നു. അതാണ് ഇപ്പോൾ തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നത്. അവിടെ പുതിയൊരു മോഡിഫിക്കേഷൻ വരുത്താനുള്ള ശ്രമം നടക്കുന്നു പിന്നീട്. അത് വന്നവർ ഒട്ടുമാവില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് വരുന്നതിന് മുമ്പ് തന്നെ ശ്രമം നടത്തിയിട്ട് കൊരട്ടി ഭാഗത്ത് 5000 ഏക്കറെ കുറിച്ച് സംസാരിച്ച് വിപുലമായ പ്രചരണം പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 30-ന് മറൈൻ ഡ്രൈവിൽ ആഗോള മലയാളി സംഗമം നടത്തി. അത്ര ആൾക്കൂട്ടം ഉണ്ടായില്ല. സംഘാടകർ ഞങ്ങളില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വീട് വൈറ്റിൽ വലിയ സമ്മേളനം വയ്ക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അൻവർജി നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ വിഷയം തലസ്ഥാനം മധ്യകേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഞങ്ങളുടെ കൂടെ കൂടൂ, നമുക്ക് സഹകരിച്ച് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് 2026 അസംബ്ലി ഇലക്ഷനിൽ ഇതിനനുകൂലമായിട്ട് നിലപാട് കേരളം ഭരിക്കുന്ന സർക്കാർ എടുത്തില്ലെങ്കിൽ 140 മണ്ഡലങ്ങളിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും. ആ സ്ഥാനാർത്ഥികളോ 21 വയസ്സ് ഏതൊരു മലയാളിക്കും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരാം. എന്നിട്ട് അവിടെ സെലക്ട് ചെയ്തെടുക്കും. അല്ലെങ്കിൽ യാതൊരു പരിഗണനയില്ല. ജാതി മതമോ സ്ത്രീയോ പുരുഷോ ഒന്നുമില്ല. 21 വയസ്സ് കഴിഞ്ഞു. കാരണം ഇപ്പോൾ മത്സരിക്കുന്നത് 21 വയസ്സോളം. 21 വയസ്സ് കഴിഞ്ഞ് ഏതൊരു മലയാളിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരാം. അതിൽ നിന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേക ഒരു കമ്മിറ്റി വെച്ച് തിരഞ്ഞെടുക്കും. അതൊന്നും ആക്കാതെ ഇരിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വരുന്ന 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കൽക്കട്ടയിൽ നിന്ന് നമ്മുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് വീണ്ടും മാറ്റിയപ്പോഴും എന്തുകൊണ്ട് അന്നത്തെ ഭരണകർത്താക്കൾ ചമ്പൽ താഴ്വയെക്കുറിച്ച് മനസ്സിലാക്കിയില്ല? ചമ്പൽ താഴ്വയിൽ മനുഷ്യ പാദസ്പർശം ഏൽക്കാത്ത 1000 ഏക്കർ സ്ഥലം കിടക്കാണ്. അത് ചമ്പൽ കാട് എന്ന് പറഞ്ഞാൽ വെറും മലയൊന്നല്ല, വെറും കുന്നാണ്. 2-4 അടി പൊക്കമുള്ള കുന്നുകളാണ്, മൺതിട്ടയാണ്. അത് ബുൾഡോസ് കൊണ്ട് അടിച്ചാൽ ദരപ്പാക്കി അവിടെ തുടങ്ങിയതെങ്കിൽ ഇന്ന് ലോകത്തെ നമ്പർ 1 സിറ്റി ആകുമായിരുന്നു. ലോകത്തെ നമ്പർ 1 ഒരു വൻ സിറ്റി ആകുമായിരുന്നു ചമ്പൽ കാട്. അത് ചെയ്തില്ല. ഇപ്പോൾ ഡൽഹിയിൽ ഇത് ശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മാസത്തേക്ക് പോകണം. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയി. ഞങ്ങൾ രാവിലെ തന്നെ പോയി വൈകിട്ടേ പോകുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നം നടന്നില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് തിരുവനന്തപുരത്ത് വരും, മാലിന്യം വരും, വായുമലിന്യം വരും. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് വരും തലമുറക്ക് ശുദ്ധമായിട്ടും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കറുകുറ്റി ഭാഗത്ത് മെയിൻ റോഡ് 1 ഏക്കറേക്കുള്ള വീതിയുള്ള സ്ഥലത്ത് ഏതാണ്ട് 3000 ഏക്കർ സ്ഥലം സർക്കാരിന് കിടപ്പുണ്ട്. അതെടുക്കാം. അത് പണി ഒരു 1000 കോടി രൂപ, ഒരു 50 ലക്ഷം സ്ക്വയർ ഫീറ്റ് × 2000 1000 കോടി രൂപ. 1000 കോടി രൂപ ഉണ്ടെങ്കിൽ
അത് പണിയാം. അത് വിദേശ മലയാളികൾ തരും. കാരണം ഇതിൽ ഒരു കുട്ടിക്ക് അസുഖം വന്നിട്ട് 28-30 കോടി രൂപ ഏതാണ്ട് മണിക്കൂർ ഉണ്ടാക്കിയതാണ്. അതാണ് മലയാളികളുടെ ആ സംഘാടന സ്വാതന്ത്ര്യവും പിന്നെ ദാനം കൊടുക്കുന്നതിൻ്റെ കഴിവും. ആ മലയാളികൾ പൈസ തരും. സർക്കാർ ഓടിട്ടാൽ മാത്രം മതി. ഓട് ഇടുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശമോ അല്ലെങ്കിൽ വളവോ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല 140 മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർത്തും മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു സംരംഭത്തോട് അൻവറിൻ്റെ പാർട്ടി യോജിക്കുകയാണെങ്കിൽ അൻവർ നല്ലതാണ്, നമുക്ക് നല്ലതാണ്, തദ്വാര നാടിന് നല്ലതാണ്. പിന്നെ അൻവറോട് വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള DMK അതൊരു കാര്യം ചെയ്യണം. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് കിട്ടുമോ എന്നറിയോ? നാളെ കാലം മാറി ഈ പ്രസ്ഥാനം വളർന്നു വരാണെങ്കിൽ ഈ മറ്റേ പേര് മാറ്റുമ്പോൾ DMK പേര് മാറ്റുപോലെ, അല്ലെങ്കിൽ തെലുങ്ക് ദേശം പേര് മാറ്റുപോലെ മാറ്റേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ TRS പേര് മാറ്റുപോലെ മാറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് പിന്നെ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ DMI വരും. അപ്പോൾ DMK തൊട്ടും വരില്ല, ഇത് വരും. എന്നിട്ട് DMK യോജിച്ചു പോയാൽ നിങ്ങൾ ഇത് പിന്നെ സാംസ്കാരിക വിങ്ങായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ വിങ്ങായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോ. ഇത്രയും കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ബഹുമാന്യരെ, ഇത്രയും കാര്യം നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. പറയാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ജയിലിൽ പുല്ലൂരിൻ്റെ കാര്യമൊക്കെ പറയണം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇടവേള പ്രേമനസീറിന് ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യമില്ല, അതൊന്നും പറയേണ്ട സമയം വൈകിയിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സഖാവിനോ ഒന്നും കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കൊച്ചായി പോകുന്നുള്ള ദുഃഖം കൊണ്ട് പറയുന്നതാണ്. എൻ്റെ പുറത്തേക്ക് കയറിയിട്ട് കാര്യമില്ല. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നിന്ന് ജയ് ഹിന്ദ്.